Hello dear students, ഞാൻ സുമി ലിജീഷ്, ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ ബോട്ടണി ഫാക്കൽറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ഓൾറെഡി ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ചെയ്തു തന്നിട്ടുണ്ട്. മക്കൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയ ചാപ്റ്റർ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ടീച്ചർ സെയിം രീതിയിൽ തന്നെ, അതായത് ഫുൾ ചാപ്റ്റർ കവർ ചെയ്യുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 1. Read the following statements regarding the regions of the root. Root cap protects the tender apex of the root while passing through soil. Yes or no? നിങ്ങൾ ആലോചിച്ച് പറയട്ടോ. Regions of meristematic activity lies just above the root cap. Cells of this region are large, thick-walled and non-dividing. Cells proximal to the meristematic region undergo rapid elongation. Root hairs arises from the region of maturation. അപ്പോൾ ഈ വായിച്ച സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നിയത് ഏത് സ്റ്റേറ്റ്മെന്റാണ്? അതിനു മുമ്പേ ടീച്ചർ ഒന്ന് പാർട്സ് ഓഫ് ദ റൂട്ട് അല്ലെങ്കിൽ റീജിയൻസ് ഓഫ് ദ റൂട്ട് ഒന്ന് കാണിച്ചു തരാം. നമുക്കറിയാം, ഇതാണ് റൂട്ട് ക്യാപ്പ്. ടെൻഡർ എപ്പെക്സ് ഓഫ് ദ റൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് റൂട്ട് ക്യാപ്പ് അല്ലെ. ദെൻ അതിന്റെ തൊട്ടുമേലെ ഫ്യൂ മില്ലിമീറ്റേഴ്സ് എബവ് നമുക്ക് റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉണ്ട്. അതിന് തൊട്ടുമേലെ റീജിയൻ ഓഫ് ഇലോങ്കേഷൻ ഉണ്ട്. അതിന്റെ മേലെ റീജിയൻ ഓഫ് മെച്ചുറേഷൻ റീജിയനിൽ നിന്നും എറൈസ് ചെയ്യുന്നതാണ് നമ്മുടെ യൂണിസെല്ലുലാർ എപ്പിഡെർമൽ അപ്പൻഡേജസ് ആയ റൂട്ട് ഹെയർസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ സി അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്? സെൽസ് ഓഫ് ദിസ് റീജിയൻ, അതായത് മെരിസ്റ്റമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് ലാർജ് ആണ്, അല്ല സ്മോൾ ആണ്. തിക്ക് വാൾഡ് അല്ല, തിൻ വാൾഡ് ആണ്. നോൺ ഡിവൈഡിങ് ഒരിക്കലും അല്ല. ഇവിടെ ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്. ദേ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. സോ ദിസ് ഇസ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ അല്ലേ. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ട് എന്തൊക്കെ നമുക്ക് പറയാം? എ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, then D correct ആണ്, E correct ആണ്. So we will go for option 1. Okay, clear അല്ലേ? Next question. Which of the following statements are correct regarding stem ആണ്? Stem develops from the radicle of the embryo. ആണോ? റാഡിക്കൽ നിന്നും എറൈസ് ചെയ്യുന്നത് സ്റ്റെം ആണോ റൂട്ട് ആണോ? Then stem bears nodes and internodes. Internodes are the regions between two nodes. Stem bears terminal and axillary buds. Young stem is generally green. All statements are correct except first one. First one is stem develops from the plumule ആയിരുന്നു വേണ്ടിയിരുന്നത്, not radical. Okay, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഏതെടുക്കാം? ബി, സി, ഡി, ഇ കറക്റ്റ് ആയ സ്ഥിതിക്ക് we will go for option 1. Okay. Next question. Select an incorrect match. World Phyllotaxy. രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ? വേൾഡ് ഫില്ലോടാക്സി അൽസ്റ്റോണിയ, വേൾഡ് ഫില്ലോടാക്സി ഗ്വാവ, ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി മസ്റ്റേർഡ്, ചൈന റോസ്, സൺഫ്ലവർ ആൻഡ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി കാലോട്രോപ്പസ്. അപ്പൊ ആദ്യം മക്കൾ എന്താണ് ഫില്ലോടാക്സി എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? എന്താണ് മക്കളെ ഫില്ലോടാക്സി? ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ആണ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ചസ്. അപ്പോൾ ഫില്ലോടാക്സി നമുക്കറിയാം, 3 ടൈപ്സ് ഓഫ് ഫില്ലോടാക്സി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ അത്? ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ്, വേൾഡ്. ദാ ഈ ചിത്രം കൊണ്ട് നോക്കൂ മക്കളെ. ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സിയിൽ നമുക്ക് കാണാൻ പറ്റും, അതായത് സിംഗിൾ ലീഫ് എറൈസസ് ഫ്രം ഈച്ച് നോഡ് and arranged in an alternate manner അല്ലെ. ഓൾട്ടർനേറ്റ് ആയിട്ട് സിംഗിൾ ലീഫ് നോഡിൽ നിന്നും എറൈസ് ചെയ്യുന്നതാണ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ എന്താ? എ പെയർ ഓഫ് ലീവ്സ് എറൈസസ് അറ്റ് ഈച്ച് നോഡ് ആൻഡ് ലൈസ് ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ശരിയല്ലേ? അപ്പൊ വേൾഡ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ 2 or more leaves arises from a node and is arranged in the form of a word. ഒരു ചുഴി പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ വേൾഡ് ഫില്ലോടാക്സി എന്ന് പറയാം. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെ? എക്സാമ്പിൾസ് പറഞ്ഞോ. ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സിക്ക് നമ്മൾ 3 എക്സാമ്പിൾ ആണ് പഠിച്ചത്. എന്തൊക്കെയാ മക്കളെ? 1,
ചൈന റോസ്, പിന്നെ മസ്റ്റേർഡ്, പിന്നെ സൺഫ്ലവർ. ശരിയല്ലേ? ഓപ്പോസിറ്റ് ഫിലോടാക്സിക്കോ 2 എക്സാമ്പിൾ ആണ് പഠിച്ചത്. കാലോട്രോപ്പിസ്, പിന്നെ ഗ്വാവ. ശരിയല്ലേ? വേൾഡ് ഫിലോടാക്സിക്ക് ഒരു എക്സാമ്പിൾ മാത്രമേ നമ്മുടെ NCERT തന്നിട്ടുള്ളൂ, അതാണ് അൽസ്റ്റോണിയ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, മക്കളെല്ലാം പഠിച്ചിട്ടുണ്ട്. വേൾഡ് ഫിലോടാക്സി അൽസ്റ്റോണിയ കറക്റ്റ് ആണ്. പക്ഷേ വേൾഡ് ഫിലോടാക്സിക്ക് ഗ്വാവ പറയാൻ പറ്റില്ല, കാരണം കാലോട്രോപ്പിസും ഗ്വാവയും ഓപ്പോസിറ്റ് ഫിലോടാക്സിയുടെ എക്സാമ്പിൾ ആണ് അല്ലെ. സോ ഇവിടെ ഇൻകറക്റ്റ് മാച്ച് ആയിട്ട് നമുക്ക് ഓപ്ഷൻ 2 വേൾഡ് ഫിലോടാക്സി ഗ്വാവ എടുക്കാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പെയർ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? നീം എന്ന് പറയുന്നത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, സിൽക്ക് കോട്ടൺ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, സിട്രസിന് സിമ്പിൾ ലീഫ്, ഗ്രാസിന് റെട്ടിക്കുലേറ്റ് വീനേഷൻ. അപ്പൊ ഇവിടെ കറക്റ്റ് മാച്ച് ഏതാണെന്നാണ് പറയേണ്ടത് അല്ലെ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. നീം പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആണോ മക്കളെ? നീമിന് നമ്മൾ എന്താ പഠിച്ചത്? നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് arises ഫ്രം എ കോമൺ ആക്സിസ് അല്ലെ. ആ കോമൺ ആക്സിസിന് നമ്മൾ റാച്ചിസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ആ കോമൺ ആക്സിസിന്റെ പേരെന്താണ്? റാച്ചിസ് അല്ലെ. അപ്പോ അതിനെ നമ്മൾ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്നാണ് വിളിക്കുക. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് അറൈസിങ് ഫ്രം എ കോമൺ പോയിന്റ് ആണ്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിൾ ആണ് സിൽക്ക് കോട്ടൺ. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് തെറ്റായിട്ട് എടുക്കാം. ദെൻ സിട്രസ് എന്ന് പറയുന്നത് അതിൽ എന്താ ഉള്ളത്? സിമ്പിൾ ലീഫ്. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഗ്രാസില് റെട്ടിക്കുലേറ്റ് വീനേഷൻ അല്ല. വീനേഷൻ എന്ന് നമുക്ക് അറിയാം എന്താണ്. വീനേഷൻ അറിഞ്ഞൂടെ? അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ആൻഡ് വെയിൻലെറ്റ്സ് ഇൻ ദ ലാമിന ഓഫ് എ ലീഫ് ആണ്. അപ്പോ റെട്ടിക്കുലേറ്റ് വീനേഷൻ നമ്മൾ കാണുന്ന ഡൈക്കോട്സിലും പാരലൽ വീനേഷൻ നമ്മൾ കാണുന്നത് മോണോകോട്സിലും അല്ലേ. അപ്പോ ഗ്രാസില് റെട്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഗ്രാസിൽ എന്തായിരുന്നു വേണ്ടിയിരുന്നത്? പാരലൽ വീനേഷൻ ആയിരുന്നു വേണ്ടിയിരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് മാച്ച് ആയിട്ട് എന്ത് എടുക്കാൻ പറ്റുള്ളൂ? സിട്രസ് സിമ്പിൾ ലീഫ്. ഓക്കെ, ടീച്ചർ പിക്ചർ വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ലീഫ്ലെറ്റ്സ് അറൈസിങ് ഫ്രം എ കോമൺ ആക്സിസ്. ഇവിടെ മോർ ദാൻ 1 ലീഫ് അറൈസിങ് ഫ്രം എ കോമൺ പോയിന്റ്. ഇത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്, ഇത് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. നെക്സ്റ്റ്, in a typical angiosperm flower, the sequence of floral whorls from outermost to innermost is. outermost നിന്ന് innermostലോട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ outermost നിന്ന് innermost എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഫ്ലവറിന്റെ ഏറ്റവും outermost എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ സെപ്പൽസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? കാലിക്സ്. അത് കഴിഞ്ഞാൽ വരുന്നതാണ് പെറ്റൽസ് അല്ലെങ്കിൽ കൊറോള. പിന്നെ നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റേമൻസ് ഓർ ആൻഡ്രീഷ്യം. പിന്നെ ഏറ്റവും ഇന്നർമോസ്റ്റ് ആണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ കാർപ്പൽസ് അല്ലെങ്കിൽ ഗൈനീഷ്യം. അപ്പൊ ഔട്ടർ മോസ്റ്റ് ടു ഇന്നർ മോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും അതിന്റെ സീക്വൻസ് വരിക? ഓപ്ഷനിൽ നോക്കാം. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അല്ലെ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1. സെറ്റ് അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the stigma, style and ovary are fused structures of carpels, the structure formed is called. നമുക്കറിയാം ഈ കാർപ്പൽ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളെ, ഈ കാർപ്പൽ സിംഗിൾ ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? മോണോ കാർപ്പലറി അല്ലെ. ഇനി ഒരുപാട് കാർപ്പൽസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? മൾട്ടി കാർപ്പലറി അല്ലെ. ഈ മൾട്ടി കാർപ്പലറി കണ്ടീഷൻ തന്നെ മക്കളെ 2 വിധത്തിലാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, അവര് ഫ്യൂസ്ഡ് ആയിട്ടും നിൽക്കാറുണ്ട്, അവര് ഫ്രീ ആയിട്ടും കാണാറുണ്ട്. ഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ആണ് സിൻകാർപ്പസ്. ഓക്കെ, ഇനി ഫ്രീ ആണെങ്കിൽ എന്താ പറയാ? എപ്പോകാർപ്പസ്. ക്ലിയർ അല്ലേ? സിൻകാർപ്പസിന്റെ എക്സാമ്പിൾ NCERT കൊടുത്തിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. എന്താണ് എക്സാമ്പിള്? ടൊമാറ്റോ. പിന്നെന്താ മക്കളെ? മസ്റ്റേർഡ്.
എപ്പോകാർപ്പസിന് എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു? ലോട്ടസ്, പിന്നെ റോസ് അല്ലേ? അപ്പൊ ഇതൊക്കെ ടീച്ചർ എക്സ്ട്രാ ഇൻഫർമേഷൻ തന്നതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? സ്റ്റിഗ്മ സ്റ്റൈലും ഓവറിയും ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടീഷൻ എന്താണ് വിളിക്കുക? ഇതാ നമുക്കറിയാം, അത് നമ്മൾ സിൻകാർപ്പസ് പെസ്റ്റിൽ എന്നാണ് പറയാ. ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ എന്താ അതിനെ ഡിനോട്ട് ചെയ്യുക? സിൻകാർപ്പസ്. നമ്മൾ +2 സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സിൻകാർപ്പസിനും എപ്പോകാർപ്പസിനും എക്സാമ്പിൾ ആയിട്ട് ഒരു ഡയഗ്രം ഒക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്നു NCERT-യിൽ. ഓർമ്മയുണ്ടോ? അവിടെ എക്സാമ്പിള് സിൻകാർപ്പസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പെപ്പാവറും എപ്പോകാർപ്പസിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മൈഷീലിയും ആണ്. അതുകൊണ്ട് സ്പാം എന്ന് ഓർത്ത് വെച്ചാൽ ഗുണം ചെയ്യും. ഓക്കെ, സിൻകാർപ്പസിന് എക്സാമ്പിൾ എന്തായിരുന്നു? പെപ്പാവർ. എപ്പോകാർപ്പസിന് എക്സാമ്പിൾ എന്തായിരുന്നു? മൈഷീലിയ. അതാ ഈ ഒരു പിക്ചർ ഓർക്കുന്നില്ലേ? ഫ്യൂസ്ഡ് ആയിട്ടുള്ള കാർപ്പൽസ്, അതിന് നമ്മൾ എന്താ പറയാ? സിൻകാർപ്പസ്. അത് ഇവിടെ കൊടുത്തിരിക്കുന്നത് മൾട്ടി കാർപ്പലറി സിൻകാർപ്പസ് പെസ്റ്റിൽ ഓഫ് പെപ്പാവർ ആണ്. Okay, moving to the next question. Which of the following statements are true? Photosynthesis mainly occurs in the lamina. Correct. Veins and veinlets provide rigidity to the lamina. Correct. Leaf apex is always sharp and pointed. Ano? Stipules are absent in exstipulate leaves. Alle, stipule absent ആയതുകൊണ്ടാണല്ലോ നമ്മൾ exstipulate എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് ചെയ്ത് മാത്രമേ ഉള്ളൂ. ലീഫ് എപെക്സ് ഇസ് ഓൾവേസ് ഷാർപ്പ് ആൻഡ് പോയിന്റഡ് ആണ്. നമ്മൾ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ എയും ബിയും ഡിയും കറക്റ്റ് ആണ്. സോ വി വിൽ ഗോ ഫോർ ദ ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ് മാച്ച് ദ കോളംസ്. നമുക്ക് 2 കോളം ഒന്ന് മാച്ച് ചെയ്യാം. കോളം 1 നോക്കുക മക്കളെ. ബ്രിഞ്ചാൾ, റോസ്, കുക്കുംബർ, ചൈന റോസ്. കോളം 2 പെരിഗൈനസ്, എപ്പിഗൈനസ്, ഹൈപ്പോഗൈനസ്. ഇതൊക്കെ എന്താ? അപ്പോ ഈ പെരിഗൈനസ്, എപ്പിഗൈനസ്, ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നത് ഈ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യത്തിന്റെ അറേഞ്ച്മെന്റ് ഇൻ റെസ്പെക്ട് ടു ദി പൊസിഷൻ ഓഫ് ഓവറി ഓൺ ദ തലാമസ് വെച്ചിട്ട് നമ്മൾ 3 ടൈപ്പ് ഫ്ലവേഴ്സിനെ കണ്ടിട്ടുണ്ട്. എന്തൊക്കെയാ അത്? ഹൈപ്പോഗൈനസും പെരിഗൈനസും എപ്പിഗൈനസും. അപ്പൊ ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കോ. ഹൈപ്പോഗൈനസ് എന്ന് പറഞ്ഞാൽ ഗൈനീഷ്യം ഓക്യുപ്പൈസ് ദ ഹയസ്റ്റ് പൊസിഷൻ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അതർ പാർട്സ് ആർ സിറ്റുവേറ്റഡ് ബിലോ ഇറ്റ്. അപ്പൊ ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓവറി എന്താണ് മക്കളെ? സുപ്പീരിയർ ആണ്. ഓക്കെ, അപ്പോ സുപ്പീരിയർ ഓവറി, ഗൈനീഷ്യം ഓക്യുപ്പൈസ് ദ ഹയസ്റ്റ് പൊസിഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഓർത്തോളൂ അതെന്താണ്? ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. അപ്പൊ ഹൈപ്പോഗൈനസ് ഫ്ലവറിന്റെ എക്സാമ്പിൾസ് മസ്റ്റേർഡ്, ചൈന റോസ്, ബ്രിഞ്ചാൾ. ഇത് ഓർമ്മിക്കാൻ ചെറിയൊരു ട്രിക്ക് ടീച്ചർ പറഞ്ഞുതരാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സുപ്പീരിയർ ഓവറി, ഹയസ്റ്റ് പൊസിഷൻ. അപ്പൊ നമ്മുടെ നാട്ടില് ഹയസ്റ്റ് പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആരാണ്? തീർച്ചയായിട്ടും ചീഫ് മിനിസ്റ്റർ ആണ് അല്ലെ? അപ്പോ ഇവിടെ ചീഫ് മിനിസ്റ്റർ പേര് കുറച്ച് വീടാന്നേ ഉള്ളൂ. എന്താ പേര്? ബ്രിഞ്ചാൾ. അപ്പൊ CM ബ്രിഞ്ചാൾ എന്ന് ഓർമ്മിച്ചാൽ മതി. CM ബ്രിഞ്ചാൾ. ദാറ്റ് മീൻസ് ചൈന റോസ്, മസ്റ്റേർഡ്, ബ്രിഞ്ചാൾ. ഓർമ്മയുണ്ടാവൂലേ? നെക്സ്റ്റ് പെരിഗൈനസ് ഫ്ലവർ. പെരിഗൈനസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഗൈനീഷ്യം സിറ്റുവേറ്റഡ് ഇൻ ദ സെന്റർ ആണ്. അതർ ഫ്ലോറൽ പാർട്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെ നോക്ക് മക്കളെ, റിം ഓഫ് ദ തലാമസ് ആണ്. അതുകൊണ്ട് ഇവരൊക്കെ ഓൾമോസ്റ്റ് അറ്റ് ദ സെയിം ലെവലിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഓവറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻഫീരിയർ ആണ്. പെരിഗൈനസിന്റെ എക്സാമ്പിൾസ് ഓർമ്മിക്കാൻ എളുപ്പമാണ്. P4 പെരിഗൈനസ്, P4 പീച്ച്, P4 പ്ലം. അതിന്റെ കൂടെ ഒരു റോസും കൂടെ ഓർത്തോ. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് എപ്പിഗൈനസ് ഫ്ലവർ. എപ്പിഗൈനസ് ഫ്ലവർ ദാ ഈ ഡയഗ്രം നോക്ക്. ഇവിടെ മാർജിൻ ഓഫ് ദ തലാമസ് അപ്വേർഡ് ഗ്രോ ചെയ്യുന്നുണ്ട് അല്ലെ? എന്നിട്ട് എന്താ സംഭവിച്ചത്? ഓവറിനെ കംപ്ലീറ്റ്ലി എൻക്ലോസ് ചെയ്തിട്ട് അതിനോടൊരു ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് ഒക്കെ ഓവറിന്റെ മുകളിൽ നിന്നുമാണ് അറൈസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റ് നമ്മൾ എന്താ പറയാ? എപ്പിഗൈനസ്. അപ്പൊ എപ്പിഗൈനസിൽ ഓവറിന്റെ പൊസിഷൻ ചോദിച്ചാൽ എന്ത് പറയും? ഇൻഫീരിയർ അല്ലേ? സോ ഹൈപ്പോഗൈനസ് ഫ്ലവറിൽ ഓവറി സുപ്പീരിയർ ആണ്, പെരിഗൈനസിൽ ഓവറി ഹാഫ് ഇൻഫീരിയർ ആണ്, എപ്പിഗൈനസിൽ ഓവറി ഇൻഫീരിയർ ആണ്. എപ്പിഗൈനസിൽ എക്സാമ്പിൾ
ഗ്വാവ, കുക്കുംബർ, പിന്നെ റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ ആണ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. വളരെ പരിതാപകരമായ അവസ്ഥയാണ് അല്ലെ. എല്ലാവരും കൂടെ തലയിൽ കയറി തുള്ളുകയാണ്, കംപ്ലീറ്റ്ലി ഫ്യൂസ്ഡ് ആയിട്ട് ഉള്ളിൽ വെക്കുകയാണ്, ഇൻഫീരിയർ ആണ്, വളരെ പാവപ്പെട്ടാണ് അല്ലെ. അപ്പം വല്ല ഗ്വാവയോ കുക്കുംബറോ ഒക്കെ കഴിച്ച് ജീവിക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ കൂടെ ഓർത്ത് വെച്ചു. ഓക്കെ, അപ്പൊ നമ്മള് 3 ടൈപ്പ് ഫ്ലവേഴ്സ് ആണ് പഠിച്ചിരിക്കുന്നത്. ഹൈപ്പോകൈനസും പിന്നെ പെരിഗൈനസും എപ്പിഗൈനസും എക്സാമ്പിൾസും ഒക്കെ ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നത്. അപ്പൊ നമുക്കിത് കോളം മാച്ച് ചെയ്തൂടെ. ബ്രിഞ്ചാൾ, സിയം ബ്രിഞ്ചാൾ അല്ലെ, ഹൈപ്പോഗൈനസ്. റോസ്, പീച്ച് പ്ലം റോസ്, പെരിഗൈനസ്. കുക്കുംബർ ഗ്വാവ, പിന്നെ റേ ഫ്ലോററ്റ്സ് ഓഫ് സൺഫ്ലവർ, എപ്പിഗൈനസ്. ചൈന റോസും എന്ത് തന്നെ, ഹൈപ്പോഗൈനസ്. അപ്പോൾ എയും ഡിയും 3 വരുന്ന ഓപ്ഷൻ ഏത്? ഓപ്ഷൻ 1. ഓക്കെ, next, match the following fruits with example. ഇതൊക്കെ ആരാ നോക്ക്. ലെഗ്യൂം, ക്യാപ്സ്യൂൾ, സിലിക്വ, കാരിയോപ്സിസ്. ഇതൊക്കെ നമ്മൾ ഡിഫറെൻറ്റ് ഫ്ലോറൽ ഫാമിലീസിൽ പഠിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ NCERT-യിലെ മക്കളെ വെറും സൊളനേസിയെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നീറ്റ് സിലബസിൽ മറ്റ് 5 ഫാമിലീസും കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് അത്ര ഇലാബറേറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും കുറച്ച് ഭാഗങ്ങൾ ഒന്ന് റെഫർ ചെയ്തിട്ട് പോയാൽ നല്ലതാണ്. തീരെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പൊ ടീച്ചർ ഫ്രൂട്ട് മാത്രം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് ഓരോ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ഫാമിലി ടീച്ചർ പറയുന്നു ഫബേസിയെ. ഓക്കെ, ഈ ഫബേസിയനെ നമ്മൾ പി ഫാമിലി എന്നാണ് വിളിക്കുക. ഓക്കെ, ഫബേസിയ എന്താണ്? പി ഫാമിലിയാണ്. ഇനി രണ്ടാമത്തത് മാൽവേസിയെ. മാൽവേസി എന്ന് പറയുന്നത് കോട്ടൺ ഫാമിലിയാണ്. ഓക്കെ, മൂന്നാമത്തത് ആസ്റ്ററേസിയെ. ആസ്റ്ററേസിയെ നമ്മൾ കമ്പോസിറ്റ് എന്ന് പറയും കേട്ടോ. ആസ്റ്ററേസി എന്ന് പറയുന്നത് സൺഫ്ലവർ ഫാമിലിയാണ്. ഓക്കെ, ഇനി നാലാമത്തത് ബ്രാസിക്കേസിയെ. ബ്രാസിക്കേസിയെ എന്ന് പറഞ്ഞാൽ ക്രൂസിഫറെ, അത് മസ്റ്റേർഡ് ഫാമിലിയാണ്. ഓക്കെ, ഇനി അഞ്ചാമത്തത് നമുക്ക് പോയേസിയെ അല്ലെങ്കിൽ ഗ്രാമിനെ എന്ന് പറയും, അത് ഗ്രാസ് ഫാമിലിയാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ NCERT കൊടുത്തിരിക്കുന്ന സൊളനേസിയെ, അത് പൊട്ടേറ്റോ ഫാമിലിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാമിലിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എന്നിട്ട് നമുക്ക് അതിന്റെ ഫ്രൂട്ടിലോട്ട് പോവാം. ഓക്കെ, ഫ്രൂട്ട് അല്ലേ ചോദിച്ചിരിക്കുന്നത് ഇവിടെ. ഫബേസിയെ പി ഫാമിലിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ലെഗ്യൂം അല്ലെങ്കിൽ പോഡ് എന്ന് പറയാം. ഓക്കെ, മാൽവേസിയെ അല്ലെങ്കിൽ കോട്ടൺ ഫാമിലിൻ്റെത് നമുക്ക് ഷിസോകാർപ്പ് അല്ലെങ്കിൽ കാപ്സ്യൂൾ എന്ന് പറയാം. ഓക്കെ, ആസ്റ്ററേസിയെ കമ്പോസിറ്റെ സൺഫ്ലവർ ഫാമിലിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് സിപ്സില. ബ്രാസിക്കേസിയെ അല്ലെങ്കിൽ ക്രൂസിഫറെ മസ്റ്റേർഡ് ഫാമിലിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് സിലിക്വ. ഓക്കെ, പോയേസിയെ അല്ലെങ്കിൽ ഗ്രാമിനെ ഗ്രാസ് ഫാമിലിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് കാരിയോപ്സിസ്. ഓക്കെ, സൊളനേസിയെ അല്ലെങ്കിൽ പൊട്ടേറ്റോ ഫാമിലിൻ്റെത് നമുക്ക് പറയാം കാപ്സ്യൂൾ അല്ലെങ്കിൽ ബെറി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എൻ്റെ പൊന്നു മക്കളൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ അവരുടെ ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രവും കുറച്ച് ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം, അത് നിർബന്ധമാണ്. ഓക്കെ, പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് പഠിക്കണം? സൊളനേസിയ ഫാമിലിയും പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് ഇനി സെലക്ട് ചെയ്യാലോ. പറഞ്ഞോ, ലെഗ്യൂം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഫബേസിയാണ്, പി ഫാമിലിയാണ്. അപ്പൊ തന്നെ നമുക്ക് സംഭവം കിട്ടി. കാപ്സ്യൂള് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് മാൽവേസി, അപ്പൊ മാൽവേസി കോട്ടൺ ഫാമിലി എടുക്കാം. ദെൻ സിലിക്വ ബ്രാസിക്കേസി ക്രൂസിഫറെ മസ്റ്റേർഡ് ഫാമിലി എടുക്കാം. കാരിയോപ്സിസ് എന്താണ്? പോയേസി ഗ്രാസ് ഫാമിലി, അപ്പൊ മെയ്സ് എടുക്കാം. സോ ഓപ്ഷൻ എന്താ വരിക? പറഞ്ഞോ. എ എന്ന് പറയുന്നത് 2 വരണം. ബി എന്ന് പറയുന്നത് എവിടെ വരേണ്ടത്? കാപ്സ്യൂൾ എന്ന് പറയുന്നത് 3.
അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? നോക്കണേ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Read the following statements regarding root and stem modification. നോക്കാലോ. Prop roots in banyan arise from branches and provide additional support. അറിയുന്ന കാര്യമാണ് അല്ലേ? Prop roots additional support കൊടുക്കുന്നുണ്ട്. Stilt roots are seen in maize and sugarcane. Correct ആണ്. Pneumatophores help in the gaseous exchange in mangroves. Correct ആണ്. Potato is a root modification for the storage of food. ആണോ? പൊട്ടറ്റോ എന്ന് പറയുന്നത് ട്യൂബർ അല്ലടാ, സ്റ്റെം മോഡിഫിക്കേഷൻ അല്ലേ? യെസ്. അപ്പോൾ ഇത് റോങ് ആണ്. റൈസോം ഓഫ് ജിഞ്ചർ ഇസ് എൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. കറക്റ്റ് ആണ്. സോ എ ബി സി ഇ കറക്റ്റ് ആണ്. സോ വിൽ ഗോ ഫോർ ഓപ്ഷൻ 1. ഓക്കെ. നെക്സ്റ്റ്. ഇൻ മെയ്സ് ഗ്രെയിൻ the food reserve is mainly stored in. ഇവിടെ ശ്രദ്ധിച്ചോ. മെയ്സ് ഗ്രെയിൻ എന്ന് പറയുമ്പോൾ മെയ്സ് നമുക്കറിയാം മോണോക്കോട്ടാണ് അല്ലെ? അപ്പോൾ മോണോക്കോട്സിനെ സംബന്ധിച്ചിടത്തോളം ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻഡോസ്പെർമിലാണ് അല്ലെ? പിന്നെ മെയ്സ് ഗ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? മെയ്സ് ഗ്രെയിനിന് ഈ പറഞ്ഞിരിക്കുന്ന സീഡ് കോട്ട് മെംബ്രെയിനിയസ് ആണ്. അതുകൊണ്ട് അത് ഫ്യൂസ് ചെയ്ത് നിൽക്കുകയാണ് ഫ്രൂട്ട് വോളിനോട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പഠിക്കാൻ കുറച്ച് കാര്യമുണ്ട്. ടീച്ചർ എഴുതി തരാം, നോക്കിക്കോ. നോർമലി ഡൈക്കോട്സ് എന്ന് പറയുന്നത് നോൺ എൻഡോസ്പെർമിക് ആണ്. നോൺ എൻഡോസ്പെർമസ് ആണ്. ഓക്കെ. അതേപോലെ മോണോകോട്സ് എന്ന് പറയുന്നത് എൻഡോസ്പെർമസ് ആണ്. മനസ്സിലാക്കണേ. മോണോകോട്സ് എന്താണ്? എൻഡോസ്പെർമസ് ആണ്. പക്ഷേ നമ്മുടെ ഡൈക്കോട്സിലുള്ള ഒരാളാണ് കാസ്റ്റർ. പക്ഷെ കാസ്റ്റർ എന്താടാ? എൻഡോസ്പെർമസ് ആണ്. എന്ന് വെച്ചാ ഡൈക്കോട്ട് ആയിട്ട് വരെ കാസ്റ്റർ എൻഡോസ്പെർമസ് ആണ്. അതേപോലെ മോണോകോട്ടാണ് ഓർക്കിഡ്. പക്ഷെ ഓർക്കിഡ് എന്താ? നോൺ എൻഡോസ്പെർമസ് ആണ്. അപ്പൊ എന്താണ് ഈ എൻഡോസ്പെർമസ് ആൻഡ് നോൺ എൻഡോസ്പെർമസ് എന്നൊക്കെ പറഞ്ഞാല്, അതായത് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എൻഡോസ്പെർമിനെ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോൺ എൻഡോസ്പെർമസും, എന്നാൽ എംബ്രിയോ ഡെവലപ്മെന്റ് സമയത്ത് എൻഡോസ്പെർമിനെ കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തിട്ടില്ല എങ്കിൽ അത് എൻഡോസ്പെർമസും ആണ്. അപ്പൊ നോൺ എൻഡോസ്പെർമസ് എന്ന് പറയുന്നത് ഡൈക്കോട്സും എൻഡോസ്പെർമസ് എന്ന് പറയുന്നത് മോണോകോട്സും ആണ്. ഡൈക്കോട്സിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കോട്ടിലിഡൻസിലും, പിന്നെ മോണോകോട്സിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻഡോസ്പെർമിലും ആണ്. മെയ്സ് ഗ്രെയിൻ്റെ ഒരു പ്രത്യേകത ടീച്ചർ പറഞ്ഞു, അതിന്റെ സീഡ് കോട്ട് മെംബ്രെയിനസ് ആയതുകൊണ്ട് തന്നെ അത് ഫ്രൂട്ട് വോളുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എവിടെയാണ്? എൻഡോസ്പെർമിലാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ്. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ഓർ ഫാൾസ്. Floral formula provides information about floral symmetry, sexuality, position of ovary. എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഫ്ലോറൽ ഫോർമുല തരുന്നുണ്ടല്ലേ? കറക്റ്റ് ആണ്. സിമ്പിൾ ദിസ് ഡിനോട്ട്സ് സൈഗോമോർഫിക് സിമെട്രി ആണോടാ? സൈഗോമോർഫിക് സിമെട്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആക്ച്വലി എന്താണ് സൈഗോമോർഫിക് സിമെട്രി? അതായത് when we cut through one vertical plane we will get equal right and left half. ബൈലാറ്ററൽ സിമെട്രിനെയാണ് നമ്മൾ സൈഗോമോർഫിക് സിമെട്രി എന്ന് പറയുന്നത്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു പെർസെൻറ്റേജ് പോലത്തെ ഒരു സാധനമല്ലേ? അതായത് ഒരു വെർട്ടിക്കൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്താൽ മാത്രം ഈക്വൽ ആയിട്ടുള്ള ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ് കിട്ടുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയാ? ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു സൈൻ ആണ് കൊടുത്തതെങ്കിൽ അത് ആക്ടിനോമോർഫിക് കണ്ടീഷനെയാണ് കാണിക്കുന്നത്. ആക്ടിനോമോർഫിക് മക്കൾക്ക് അറിയാൻ മതി, ഏത് ലെവലിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ ഹാഫ് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത്. സോ ഇത് തെറ്റാണ് അല്ലെ? BR represents bracteate flower in floral formula. പിന്നെ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം, ഈ സിമ്പിൾസ് ഒക്കെ കറക്റ്റ് ആണ്. എ ലൈൻ ബിലോ ജി, ജീന്റെ താഴെ വരച്ചു കഴിഞ്ഞാൽ അത് സുപ്പീരിയർ ഓവറിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ശരിയാണ്. അതായത് ഗൈനീഷ്യമാണ് മേലെ കീറി ഇരിക്കേണ്ടത്, വരയല്ല. ഗൈനീഷ്യം ഓക്യുപൈസ് ദ ഹൈയസ്റ്റ് പൊസിഷൻ. വരേന്റെ മേലെയാണ് ഗൈനീഷ്യം അല്ലെ? ഓവറി എന്താണ്? സുപ്പീരിയർ ആണ്.
അപ്പോൾ അത് കറക്റ്റ് ആണ്. സോ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒന്നാമത്തത് ട്രൂ ആണ്, രണ്ടാമത്തത് ഫാൾസ് ആണ്, മൂന്നാമത്തത് ട്രൂ, നാലാമത്തത് ട്രൂ, അഞ്ചാമത്തതും ട്രൂ. അപ്പോൾ ട്രൂ ഫാൾസ് ട്രൂ 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 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1. Okay, so moving to the next question. In China rose the flowers are actinomorphic epigynous with valvate estivation, zygomorphic hypogynous with imbricate estivation, zygomorphic epigynous with twisted estivation ആണോ, actinomorphic hypogynous with twisted estivation ആണോ? ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അല്ലേ. ഒന്ന്, സിമെട്രി കറക്റ്റ് ആയിട്ട് അറിയണം. അത് കഴിഞ്ഞിട്ട് പൊസിഷൻ ഓഫ് ഓവറി അറിഞ്ഞിരിക്കണം. പിന്നെ അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദ വേൾഡ്, അതായത് ഈസ്റ്റിവേഷനും അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്കറിയാം ചൈന റോസ് എന്ന് പറയുന്നത് ഹൈപ്പോഗൈനസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. സുപ്പീരിയർ ഓവറി ഗൈനീഷ്യം ഓക്യുപ്പൈങ് ദ ഹയസ്റ്റ് പൊസിഷൻ CM ബ്രിഞ്ചാൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ചൈന റോസ് എന്താണ്? ഹൈപ്പോഗൈനസ് ആണ്. ഹൈപ്പോഗൈനസ് 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. നിൽക്കട്ടെ. അടുത്തത് സിമെട്രി. അപ്പൊ റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, when we cut through any radial plane we will get equal half. അതിനാണ് നമ്മൾ ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത്. നമ്മുടെ NCERT കൊടുത്തിരിക്കുന്ന ആക്ടിനോമോർഫിക്കിന് എക്സാമ്പിൾ മസ്റ്റേർഡ്, ചില്ലി, ഡെറ്റൂറയാണ് അല്ലെ. അതിന്റെ കൂടെ ചൈന റോസും എന്ത് തന്നെയാണ്? ആക്ടിനോമോർഫിക് ആണ്. അപ്പൊ ആക്ടിനോമോർഫിക് ആണ്, ഹൈപ്പോഗൈനസ് ആണ്. അപ്പൊ ഇനി ഈസ്റ്റിവേഷൻ ആണ് നമുക്ക് സംശയം അല്ലെ. ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് തന്നെയാണ്. കാരണം ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ചൈന റോസ്, കോട്ടൺ, ലേഡീസ് ഫിംഗർ. ഓക്കെ അല്ലേ? അപ്പൊ ഈസ്റ്റിവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വി ഹാവ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, പിന്നെ ട്വിസ്റ്റഡ് ഉണ്ട്, ഇംബ്രിക്കേറ്റ് ഉണ്ട്, പിന്നെ വെക്സിലറി ഈസ്റ്റിവേഷനും ഉണ്ട്. അപ്പൊ അതില് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കാണുന്നില്ല ഇവിടെ മാർജിൻ ഓഫ് ദ സെപ്പൽ ഓർ പെറ്റൽ എന്തായാലും ജസ്റ്റ് ടച്ചിങ് അറ്റ് ദ മാർജിൻ ആണ്, അതായത് നോട്ട് ഓവർലാപ്പിംഗ്. അതിന് നമ്മൾ ഒരു എക്സാമ്പിൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതാണ് കെലോട്രോപ്പിസ്. ഓക്കെ, അടുത്ത എന്താണ്? ട്വിസ്റ്റഡ് ആണ്. ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷനിൽ നോക്കുക, the margin of the sepal or petal is overlapping in a definite pattern. ഒരു ഡെഫിനിറ്റ് പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയാം. അപ്പൊ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷനിൽ എക്സാമ്പിൾ ടീച്ചർ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് ചൈന റോസ് ഉണ്ട്, പിന്നെ കോട്ടൺ ഉണ്ട്, പിന്നെ ലേഡീസ് ഫിംഗർ. ഓക്കെ, ഇനി മൂന്നാമത്തത് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷനിലും എന്താണ് വ്യത്യാസം മക്കളെ? ഡയഗ്രം തമ്മിലെ വ്യത്യാസം എന്താ? ഇവിടെയും ഓവർലാപ്പിംഗ് കാണിക്കുന്നുണ്ട്, ബട്ട് നോട്ട് ഇൻ എ ഡെഫിനിറ്റ് പാറ്റേൺ. ഇത് നോക്ക്, പുറത്തുനിന്ന് അകത്തോട്ട്, ഇത് രണ്ടും പുറത്തോട്ട്, ഇതൊന്ന് പുറത്തൊന്നകത്ത്, ഇത് വേറെ ടൈപ്പ്, ഇത് രണ്ടും ഉള്ളോട്ട് അല്ലെ. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഒരു ഡെഫിനിറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഈസ്റ്റിവേഷൻ നമ്മൾ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എന്നാണ് പറയാം. അപ്പോൾ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ആണ് ഗുൽമോഹർ ആൻഡ് കാഷിയ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വെക്സിലറി ഈസ്റ്റിവേഷൻ ആണ്. വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാകും, പിന്നെ 2 വിങ് പെറ്റൽ ഉണ്ടാകും, പിന്നെ 2 കീൽ പെറ്റൽ ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഫ്ലോറൽ ഫോർമുലയിലൊക്കെ നമ്മൾ അത് എഴുതുന്നത് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു നമ്മൾ എഴുതാറ്? 1 + 2 + 2 ഫ്യൂസ്ഡ്, ഇങ്ങനെയാണ് എഴുതാറ് അല്ലെ. അപ്പൊ വെക്സിലറി ഈസ്റ്റിവേഷൻ എക്സാമ്പിൾ ആണ് ബീനും പിന്നെ പി. ഓക്കെ, അപ്പൊ ഈസ്റ്റിവേഷനും നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ചൈന റോസ് എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ആള് ഹൈപ്പോഗൈനസ് ആണ്, പിന്നെ ആക്ടിനോമോർഫിക് ആണ്, പിന്നെ എന്താണ്? ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. ആക്ടിനോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏത് റേഡിയൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ ഹാഫ് കിട്ടുന്നതിനാണ്. NCERT-യിൽ 3 എക്സാമ്പിളെ കൊടുത്തിട്ടുള്ളൂ, അതിന്റെ കൂടെ ചൈന റോസും നിങ്ങൾ ഓർത്തു വെക്കുക. നെക്സ്റ്റ്, assertion in epipetalous condition stamens are attached to petals. ശരിയല്ലേ മക്കളെ? എപ്പിപെറ്റാലസ് എന്ന് പറഞ്ഞാൽ സ്റ്റേമൻ പെറ്റലിനോട് അറ്റാച്ച് ചെയ്യുന്നതിനാണ് പറയാം. ഇനി റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? എപ്പിഫില്ലസ് സ്റ്റേമൻസ് ആർ അറ്റാച്ച്ഡ് ടു ദ പെരിയാന്ത് ലീവ്സ്. പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. എപ്പിഫില്ലസ് എന്ന് പറഞ്ഞാൽ സ്റ്റേമൻ അറ്റാച്ച്ഡ് ടു ദ പെരിയാന്ത് ആണ്. പെരിയാന്ത് എന്ന് പറഞ്ഞാൽ സെപ്പൽ ആൻഡ് പെറ്റൽ ഇസ് നോട്ട് ഡിസ്റ്റിങ്ക്ട്. ടെപ്പൽ എന്ന് പറയും.
അല്ലെ? അപ്പൊ അതിനോട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പിഫില്ലസ് എന്നാണ് പറയാ. എപ്പിഫില്ലസിന് നമ്മൾ എക്സാമ്പിൾ പഠിച്ചിരിക്കുന്നത് ലില്ലിയും എപ്പിപെറ്റാലസിന് എക്സാമ്പിൾ പഠിച്ചിരിക്കുന്നത് ബ്രിഞ്ചാളുമാണ്. എക്സാമ്പിൾ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൽ എല്ലാത്തിന്റെയും എക്സാമ്പിൾ ഓർത്ത് വെക്കണം എന്നുള്ള നിർബന്ധമാണ്. പക്ഷേ ഈ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ നമുക്ക് അസേർഷന്റെ റീസൺ ആണ് എപ്പിഫില്ലസ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 2. അതായത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആണ്, പക്ഷെ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതാ ഈ സിമ്പിൾസ് നമ്മൾ ഫ്ലോറൽ ഡയഗ്രത്തിന്റെ നമുക്കറിയാം. ബി ആർ ബ്രാക്റ്റിയേറ്റ്, കെ എന്ന് പറയുന്നത് കാലിക്സ് ആണ്, സി എന്ന് കൊറോള, പി ആണ് പെരിയാന്ത് അല്ലെ? അപ്പൊ ഏതാ ഓപ്ഷൻ എടുക്കുക? ബി ആർ 4, പിന്നെ കെ 3, പിന്നെ സി 1, ഡി. ഓപ്ഷൻ 3. Go for option 3. Next, consider the following statements regarding leaves. Leaf is generally a flattened lateral structure. Leaves are arranged in basipetal order. Axillary bud is present in the axil of the leaf. Leaves originate from the shoot apical meristem. ഇപ്പോൾ ഇവിടെ ഏതാണ് പ്രശ്നം? ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ബേസിപെറ്റൽ ഓർഡർ അല്ല, ലീഫ് എപ്പോഴും അറേഞ്ച് ചെയ്യുക എക്രോപെറ്റൽ ഓർഡറിലാണ്. എന്താണ് എക്രോപെറ്റലും ബേസിപെറ്റലും തമ്മിലുള്ള ഡിഫറൻസ്? എക്രോപെറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിൽ യങ് ലീവ്സ് ആയിരിക്കും ഉണ്ടാവുക, ബേസിലായിരിക്കും മെച്യൂർ ലീഫ് ഉണ്ടാവുക. അതേ സമയത്ത് ബേസിപെറ്റൽ എന്ന് പറയുമ്പോൾ ഇതിന് നേരെ റിവേഴ്സ് ആണ്. അതായത് ടോപ്പിലായിരിക്കും മെച്യൂർ ലീഫ് ഉണ്ടാവുക, താഴെയായിരിക്കും യങ് ലീവ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ലീഫ് എപ്പോഴും അറേഞ്ച് ചെയ്യുക എക്രോപെറ്റൽ ഓർഡറിലായിരിക്കും. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ റോങ്. അപ്പൊ നമുക്ക് ഏതൊക്കെ എടുക്കാം? എ, സി, ഡി ഓൺലി. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 1. നെക്സ്റ്റ്, ഐഡന്റിഫൈ എ, ബി ആൻഡ് സി ഇൻ ദ ഗിവൻ ഫിഗർ. അപ്പൊ ഈ ഫിഗറിൽ നമുക്കറിയാം ഇതെന്താണ്? ഡൈക്കോട്ട് എംബ്രിയോന്റെ ഫിഗർ ആണ് അല്ലെ? രണ്ട് കോട്ടിലിഡൻസ് കാണുന്നുണ്ട്. എംബ്രിയോണൽ ആക്സസിന്റെ അപ്പർ പാർട്ട് എന്താണ്? അത് എപ്പിക്കോട്ടൈൽ വിച്ച് ടെർമിനേറ്റ്സ് ഇൻടു പ്ലുമ്യൂൾ അല്ലെ? പിന്നെ ഇത് ഹൈപ്പോകോട്ടൈൽ എന്താവുന്നു? റാഡിക്കൽ. അപ്പോൾ കോട്ടിലിഡൻ, പ്ലുമ്യൂൾ, റാഡിക്കൽ. ഓപ്ഷൻ 1. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. നോക്കാം. ഇൻ ഡൈക്കോട്ട് സീഡ് കോട്ടിലിഡൻസ് ആർ ഓഫൻ ഫ്ലഷി ആൻഡ് ഫുൾ ഓഫ് റിസർവ് ഫുഡ്. ഓക്കെ അല്ലേ? കാരണം ഡൈക്കോട്ടിൽ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്. ഈ കോട്ടിലിഡൻസിലാണ് ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിക്കോസ് ഡൈക്കോട്ട്സ് എന്താണ്? നോൺ എൻഡോസ്പെർമസ് ആണ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അടുത്തത്, ജനറലി മോണോകോട്ടിഡൻ സീഡ്സ് ആർ എൻഡോസ്പെർമിക്. കറക്റ്റ് ആണ്. മോണോകോട്ടിക് സീഡ്സ് എന്താണ്? എൻഡോസ്പെർമിക് ആണ്. ഡൈക്കോട്ട് സീഡ്സ് ആർ നോൺ എൻഡോസ്പെർമിക്. അതും കറക്റ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ മോണോകോട്ടിഡൻ സീഡ്സ് ഹാവ് ഫ്ലഷി കോട്ടിലിഡൻസ്. തെറ്റാണ് അല്ലെ? കാരണം മോണോകോട്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ. ആ കോട്ടിലിഡന്റെ പേരാണ് സ്ക്യൂട്ടല്ലം. അതിന്റെ പൊസിഷൻ നമുക്കറിയാം, ലാറ്ററൽ സൈഡ് ആണ്. ശരിയല്ലേ? അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം കോട്ടിലിഡൻസ് അതായത് എംബ്രിയോണൽ ആക്സസിന്റെ അപ്പർ പാർട്ടിനെ നമ്മൾ എപ്പിക്കോട്ടൈൽ പ്ലുമ്യൂൾ എന്ന് വിളിച്ചു. ദെൻ ലോവർ പാർട്ടിനെ റാഡിക്കൽ എന്ന് വിളിച്ചു. റൂട്ട് ക്യാപ്പ് ഉണ്ട്. ഇത് രണ്ടിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു അൺഡിഫറൻഷിയേറ്റഡ് ഷീത്തും ഉണ്ട്. പ്ലുമ്യൂളിനെ കവർ ചെയ്യുന്നത് കോളിയോപ്റ്റൈലും, ദെൻ നമ്മുടെ റൂട്ടിനെ അതായത് റൂട്ട് ക്യാപ്പിനെ കവർ ചെയ്യുന്നത് കോളിയോ റൈസിയുമാണ് അല്ലെ? അപ്പോൾ മോണോകോട്ട് സീഡിന് വേറൊരു പ്രത്യേകത, ഇവരുടെ എൻഡോസ്പെർമിന്റെ ചുറ്റും ഒരു മെംബ്രേനിയസ് ലെയർ ഉണ്ട്. അതിന്റെ പേരാണ് അല്യൂറോൺ ലെയർ. ഈ അല്യൂറോൺ ലെയർ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനേഷ്യസ് ലെയർ ആണ്. ഇതാണ് എംബ്രിയോനെയും എൻഡോസ്പെർമിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മോണോകോട്ട് സീഡിനെ കുറിച്ച് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഉറപ്പാണേ. കാരണം മോണോകോട്ട് സീഡ് എന്താണ്? എൻഡോസ്പെർമസ് ആണ്. എന്നാൽ ഒരു എക്സെപ്ഷൻ ഉണ്ട്, ഓർക്കിഡ്. അത് നോൺ എൻഡോസ്പെർമസ് ആണ്. പിന്നെ ടീച്ചർ മെയ്സ് ഗ്രെയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെയ്സ് ഗ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ സീഡ് കോട്ട് മെംബ്രേനിയസ് ആണ്. ഇറ്റ് ഇസ് ഫ്യൂസ്ഡ് വിത്ത് ഫ്രൂട്ട് വാൾ അല്ലെ? പിന്നെ ടീച്ചർ പറഞ്ഞെന്താ? എൻഡോസ്പെർമിനെ കവർ ചെയ്തിട്ട് ഒരു മെംബ്രേനിയസ് ലെയർ ഉണ്ട്. അതിന്റെ പേരാണ് അല്യൂറോൺ ലെയർ. അത് പ്രോട്ടീനീഷ്യസ് ലെയർ ആണ്. അതാണ് എൻഡോസ്പെർമിനെയും എംബ്രിയോനെയും സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒക്കെ ഓക്കെ അല്ലേ? ശരി. സോ ഇവിടെ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് മോണോകോട്ട് സീഡ്സ് ഹാവ് ഫ്ലഷി കോട്ടിലിഡൻസ് ആണ് ഫാൾസ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ്, the flower of which of the following plant is zygomorphic? Zygomorphic നമ്മൾ ഡിസ്കസ് ചെയ്തു. ബൈലാറ്ററൽ സിമെട്രി. ഒരു പ്ലെയിനിലൂടെ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? ബൈലാറ്ററൽ സിമെട്രി അല്ലെങ്കിൽ സൈഗോമോർഫിക് ആണ്. സൈഗോമോർഫിക്കിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്?
ജി സി. ഓർത്തൂടെ? ഒരു ഗെയിമില്ലേ പബ്ജി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഓർമ്മിക്കുക. പിന്നെ അതിൻ്റെ കൂടെ സിയും, അതായത് പി, ബീൻ, ഗുൽമോഹർ, കാഷ്യ. ഓക്കെ, ഇപ്പൊ സൈഗോമോർഫിക്കിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്തെടുക്കാം? ബീൻ എടുക്കാം. ആക്ടിനോമോർഫിക്കിന് എക്സാമ്പിൾ എന്തായിരുന്നു? മസ്റ്റേർഡ്, ചില്ലി, ഡെറ്റൂറ, അല്ലെ? Then asymmetric example എന്താണ്? cannot have symmetry എന്ന് പറയുമ്പോൾ കാന. ഓർമ്മയുണ്ടാവൂലേ? സൈഗോമോർഫിക് പി, ബീൻ, ഗുൽമോഹർ, കാഷ്യ. അപ്പൊ ഇവിടെ നമുക്ക് എക്സാമ്പിളിൽ നിന്ന് എന്തെടുക്കാം? ഓപ്ഷൻ 1. നെക്സ്റ്റ്, the given diagram shows different types of placentation. Choose the correct option with respect to the figure. അപ്പൊ ഈ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ആണ് വിത്തിൻ ദ ഓവറി, അല്ലെ? അപ്പോ ഇവിടെ നമുക്ക് ഒന്നാമത്തത് എക്സൈൽ പ്ലാസന്റേഷൻ ആണെന്നറിയാം. ഇത് ബേസൽ ആണ്, ഇത് പെറൈറ്റൽ ആണ്, ഇത് ഫ്രീ സെൻട്രൽ ആണ്, അല്ലെ? ഇതൊക്കെ എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാലോ. മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസന്റ ഒരു റിഡ്ജ് ഫോം ചെയ്യുന്നു അലോങ് ദ വെൻട്രൽ സ്യൂച്ചർ. പിന്നെ സിംഗിൾ ചേംബേർഡ് ആണ്, അതായത് യൂണിലോക്യുലാർ ഓവറി ആണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മാർജിനൽ പ്ലാസന്റേഷനിൽ പിയും ബീൻസും പഠിച്ചിട്ടുണ്ട്. ദെൻ ആക്സൈൽ പ്ലാസന്റേഷൻ എന്ന് പറയുമ്പോൾ ഓവറി മൾട്ടി ചേംബേർഡ് ആണ്, മൾട്ടി ലോക്യുലാർ ഓവറി, അല്ലെ? പ്ലാസന്റ ഡെവലപ്സ് ഫ്രം ദ സെൻട്രൽ ആക്സിസ് ആണ്. എക്സാമ്പിൾ നമുക്ക് ടൊമാറ്റോസ്, ലെമൺസ് ആൻഡ് ചൈന റോസ് ഓർത്ത് വെക്കാം. പെറൈറ്റൽ പ്ലാസന്റേഷൻ എന്ന് വെച്ചാൽ ഓവ്യൂൾസ് ഡെവലപ്പ് ഡയറക്ട്ലി ഫ്രം ദ ഇന്നർ വാൾസ് ഓഫ് ദ ഓവറി ആണ്, അല്ലെ? ഫ്രം ദ പെരിഫറി. സോ ഇവിടെ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സിംഗിൾ ചേംബേർഡ് ഓവറി ആണ്. പക്ഷെ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ ഫാൾസ് സെപ്റ്റം, ആ ഫാൾസ് സെപ്റ്റത്തിന്റെ പേര് ഓർമ്മയുണ്ടോ? റിപ്ലം. ഓർമ്മയുണ്ടോ? ആ ഫാൾസ് സെപ്റ്റത്തിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ സിംഗിൾ ചേംബർ ആണെങ്കിലും നമുക്കത് 2 ചേംബേർഡ് ആണെന്നുള്ളൊരു ഫീൽ ഉണ്ടാകും. അതാണ് നമുക്ക് പെറൈറ്റൽ പ്ലാസന്റേഷനിൽ കാണാനുള്ളത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് മസ്റ്റേർഡും ആർജുമനും പറയാം. ഓക്കെ, അടുത്തത് ഫ്രീ സെൻട്രൽ. ഓവ്യൂൾസ് അറ്റാച്ച്ഡ് ടു ദ സെൻട്രൽ ആക്സിസ് ആണ്. അവിടെയും സിംഗിൾ ചേംബേർഡ് ഓവറി ആണ്. പിന്നെ സെപ്റ്റ ആബ്സെന്റ് ആണ്. എക്സാമ്പിൾ ഫ്രീ സെൻട്രൽ എക്സാമ്പിൾ ആണ് ഡയാന്തസും പ്രൈംറോസും. ദെൻ ബേസൽ പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞത് പ്ലാസന്റ is found at the base of the ovary. അതൊരു സിംഗിൾ ഓവ്യൂൾ ആണ് അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ സൺഫ്ലവർ ആൻഡ് മാരിഗോൾഡ്. അപ്പൊ ഇതൊക്കെ മക്കള് വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവുന്ന ടീച്ചർക്ക് അറിയാം, എന്നാലും ഒന്ന് ചെറുതായിട്ട് റിവിഷൻ തന്നതാണ്. അപ്പൊ ഈ ഒരു ഓപ്ഷനില് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് ബേസൽ പ്ലാസന്റേഷൻ അല്ല, അതുകൊണ്ട് ബാക്കി നമ്മൾ നോക്കുന്നേ ഇല്ല എക്സാമ്പിള്. ബി എന്ന് പറയുന്നത് ആക്സൈൽ പ്ലാസന്റേഷനും അല്ല, തെറ്റാണ്. സി എന്ന് പറയുന്നത് പെറൈറ്റൽ പ്ലാസന്റേഷൻ കറക്റ്റ് ആണ്. മസ്റ്റേർഡ്, ആർജുമൻ എക്സാമ്പിളും കറക്റ്റ് ആണ്. ഡി ഫ്രീ സെൻട്രൽ ആണെങ്കിലും ചൈന റോസും പ്രിംറോസും അല്ല. പ്രിംറോസ് കറക്റ്റ് ആണ് ഫ്രീ സെൻട്രലില്, പക്ഷെങ്കിൽ ഡയാന്തസും പ്രിംറോസും ആണ് ഫ്രീ സെൻട്രലിന്റെ എക്സാമ്പിൾ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 3. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു മാംഗോ ആൻഡ് കോക്കനട്ട്. ഈ മാംഗോയും കോക്കനട്ടും അത് മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറിയിൽ നിന്നും ഉണ്ടായതാണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ട് വോള്, അതായത് പെരികാർപ്പ് തിക്ക് ആൻഡ് ഫ്ലഷി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. ഒരു മാംഗോനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എപ്പികാർപ്പ് എന്ന് പറയുന്നത് വളരെ തിന്നാണ്. മീസോകാർപ്പാണ് നമ്മൾ കഴിക്കുന്ന എഡിബിൾ പാർട്ട്. എൻഡോകാർപ്പ് സ്റ്റോണിയാണ്. ഓക്കെ, എന്നാ മീസോകാർപ്പ് ഫൈബ്രസ് ആണ്. ആരെ സംബന്ധിച്ചിടത്തോളം? കോക്കനട്ട് സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ കോക്കനട്ടും മാംഗോനെയും നമ്മൾ ഡ്രൂപ്പ് എന്നാണ് വിളിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഡ്രൂപ്പ് എന്ന് വിളിച്ചത്? ബിക്കോസ് ദേ റൈസസ് ഫ്രം മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി. മറന്നു പോവരുതേ. ഈ പിക്ചർ ഒന്ന് നോക്കുക. എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. എന്നാൽ നമ്മുടെ കോക്കനട്ടിന്റെ മീസോകാർപ്പ് എന്ന് പറയുന്നത് ഫൈബ്രസ് ആണ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു മാംഗോ ആൻഡ് കോക്കനട്ട്. ദേ ഡെവലപ്പ് ഫ്രം മോണോകാർപ്പിലറി സുപ്പീരിയർ ഓവറി. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ? ദേ ഡെവലപ്പ് ഫ്രം മോണോകാർപ്പിലറി ഇൻഫീരിയർ ഓവറി തെറ്റാണ്. ഫൈബ്രസ് എപ്പികാർപ്പ് അല്ല, തെറ്റാണ്. They have fleshy edible mesocarp. Fleshy edible mesocarp ആർക്ക് മാത്രമേ ഉള്ളൂ? മാംഗോന് മാത്രമേ ഉള്ളൂ. കോക്കനട്ടിൽ മീസോകാർപ്പ് എന്താണ്? ഫൈബ്രസ് ആണ്. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ്, മാർക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്
Flower is a modified shoot, correct? In cymose inflorescence, the main axis terminates in a flower. Flowers are borne on successive internodes on the stem and the roots. When a shoot tip transforms into a flower, the flower is always solitary. ഇത് പെട്ടെന്ന് തന്നെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന മിസ്സിന് അറിയാം. ഒന്നാമത്തെ ഫ്ലവർ ഇസ് എ മോഡിഫൈഡ് ഷൂട്ട്, പിന്നെ രണ്ടാമത്തേത് സൈമോസ് ഇൻഫ്ലോറസൻസ്. അപ്പൊ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദ ഫ്ലൂറൽ ആക്സിസ്. നമ്മൾ രണ്ട് ടൈപ്പ് ഇൻഫ്ലോറസൻസ് ആണ് മക്കളെ പഠിച്ചത് അല്ലെ? എന്തൊക്കെയാണത്? റെസിമോസ് ഇൻഫ്ലോറസൻസും സൈമോസ് ഇൻഫ്ലോറസൻസും. റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് വെച്ചാൽ ദ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. റേസ് എന്ന് ഓർമ്മിച്ചാൽ മതി. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ്, നിർത്തുന്നില്ല. മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ, അതാണ് റേസ്മോസ് ഇൻഫ്ലോറസൻസ്. സൈമോസ് ഇൻഫ്ലോറസൻസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് മെയിൻ ആക്സിസ് ടെർമിനേറ്റ് ചെയ്യുന്നു ഒരു ഫ്ലവറിന്റെ ഫോർമേഷനോട് കൂടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ റെസിമോസ് ഇൻഫ്ലോറസൻസ് ഇങ്ങനെ മെയിൻ ആക്സിസ് കണ്ടിന്യൂസ് ടു ഗ്രോ. ഇതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാടാ? എ എന്ന് തന്നെ ഓർമ്മിച്ചാൽ മതി. അതായത് യങ്ങർ ഫ്ലവേഴ്സ് ആയിരിക്കും ടോപ്പിൽ ഉണ്ടാവുക, ഓൾഡ് ഫ്ലവേഴ്സ് ആയിരിക്കും താഴെ ഉണ്ടാവുക. ഓക്കെ. സൈമോസ് ഇൻഫ്ലോറസൻസ് എങ്ങനെയാ? ഓൾഡ് ഫ്ലവർ ടോപ്പിലായിരിക്കും, താഴെയായിരിക്കും യങ് ഫ്ലവേഴ്സ് ഉണ്ടാവുക. അപ്പൊ സൈമോസ് ഇൻഫ്ലോറസൻസിൽ ബേസിക് പെറ്റൽ സക്സഷനും ദെൻ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ നമുക്ക് ആക്രോ പെറ്റൽ സെക്ഷനുമാണ് കാണുക. ഇവിടെ ഷൂട്ട് എപെക്സ് ഡയറക്ട്ലി ഒരു സിംഗിൾ ഫ്ലവർ ആയിട്ട് മാറുകയാണെങ്കിൽ അതിനെ സോളിറ്ററി ഫ്ലവർ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കറക്റ്റ് അല്ലേ? ഫ്ലവർ ഇസ് എ മോഡിഫൈഡ് ഷൂട്ട്, സൈമോസ് ഇൻഫ്ലോറസൻസിൽ മെയിൻ ആക്സിസ് ടെർമിനേറ്റ്സ് ഇൻ എ ഫ്ലവർ, ഷൂട്ട് ടിപ്പ് ട്രാൻസ്ഫോംസ് ഇൻടു എ ഫ്ലവർ, ദ ഫ്ലവർ ഇസ് ഓൾവേസ് സോളിറ്ററി. എല്ലാം കറക്റ്റ് ആണ്. പിന്നെ എവിടെയാ പ്രശ്നം? Flowers are born on successive internodes on the stem and root. റൂട്ടിലൊക്കെ എപ്പോഴാണ് ഫ്ലവർ ഉണ്ടാവുന്നത്? So this is the wrong statement. Incorrect statement option 3. Next, radial symmetry is found in the flowers of. Symmetry നെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. Actinomorphic, zygomorphic and asymmetry. Actinomorphic example എന്താണ്? മസ്റ്റേർഡ്, ചില്ലി, ടെറ്റൂറ, പിന്നെ ടീച്ചർ പറഞ്ഞിട്ട് ചൈന റോസും കൂടെ ഓർത്ത് വെക്കാൻ അല്ലെ. ബൈലാറ്ററൽ സിമെട്രി, സൈഗോമോർഫിക്, പബ്ജീസി, പീ, ബീൻ, ഗുൽമോഹർ, കാഷ്യ. എസിമെട്രി, കാന. കിട്ടിയില്ലേ? റേഡിയൽ സിമെട്രിന്റെ എക്സാമ്പിൾ നമുക്ക് ഇവിടെ തന്നെ എടുക്കാം. ആൻസർ ഇസ് എന്താ വരിക? മസ്റ്റേർഡ്, ചില്ലി, ഡെറ്റൂറി അല്ലേ? അപ്പോ ചില്ലി. ഇവിടെ നോക്ക്, കണ്ടോ? എങ്ങനെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ് കിട്ടിയെങ്കിൽ അതെന്താണ്? ആക്ടിനോമോർഫിക് ആണ്. എന്നാൽ എങ്ങനെ കുറിച്ചാലും കനോട്ട് ഗെറ്റ് സിമെട്രി എന്നാണ് അസിമെട്രി. ഒരു പ്ലെയിനിലൂടെ മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ഹാഫ് കിട്ടുന്നതാണ് സൈഗോമോർഫിക്. ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദ ഔട്ടർ കവറിംഗ് ഓഫ് ദ പ്ലുമ്യൂൾ ഇൻ എ മോണോകോട്ട് സീഡ്. പ്ലുമ്യൂളിന്റെ ഔട്ടർ കവറിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എന്താണ്? കോളിയോപ്റ്റൈൽ, which is an undifferentiated sheath അല്ലെ? Yes, alluron layer, ഓർമ്മയില്ലേ? proteinaceous layer which separates the endosperm from embryo. ഇതാ നമ്മുടെ പിക്ചർ. ഇവിടെ ഇതാണ് അതിന്റെ alluron layer. പിന്നെ നമുക്ക് അറിയാം പ്ലുമ്യൂളിനെ കവർ ചെയ്തിട്ട് കോളിയോപ്റ്റൈൽ, റാഡിക്കലിനെ കവർ ചെയ്തിട്ട് കോളിയോറൈസം. Which structure ultimately develops into fruit after fertilization? അറിയാം, ovary develops into fruit അല്ലേ? ovule develops into seed. അറിയുന്ന കാര്യമാണ്. Read the following statements regarding the family Solanaceae. Solanaceae കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. അതായത് ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണ്, ആക്ടിനോമോർഫിക് ആണ്, കറക്റ്റ്. Calyx consists of 5 united sepals with valvate estivation, correct. Corolla gamopetalous with valvate estivation, correct. Stamens are epipetalous and equal to the number of petals. ശരിയാണ്. നമ്മൾ ബ്രിഞ്ചോൾ നേരത്തെ എക്സാമ്പിൾ പഠിച്ച ഓർമ്മയില്ലേ? Ovary superior, bicarpellary, syncarpous with axile placentation, correct. Fruit is always a drupe, തെറ്റാണ്. ഡ്രൂപ്പ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ മോണോകാർപ്പുലറി സുപ്പീരിയർ ഓവറി റൈസ് ചെയ്യുന്നതായിരിക്കണം. നമുക്കറിയാം ഇത് ബൈകാർപ്പുലറി ആണ്, എന്തായാലും ഡ്രൂപ്പ് അല്ല. അപ്പൊ സോളനേസിയയുടെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ബെറി ഓർ കാപ്സ്യൂൾ ആണ്. അപ്പൊ ഓൺലി മിസ്റ്റേക്ക് എന്താണ്? ഈ 6th ഓപ്ഷൻ മാത്രമാണ്. സോ 1, 2, 3, 4, 5 എല്ലാം തന്നെ കറക്റ്റ് ആണ്. ഓക്കെ, സോ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ പാർട്ടും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിന്റെ എക്സാമ്പിൾസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Among the following statements regarding placentation, identify the incorrect statement. Marginal placentation is seen in primrose. തെറ്റാണ്. മാർജിനൽ പ്ലാസന്റേഷൻ നമ്മൾ എക്സാമ്പിൾ പഠിച്ചത് പി ആണ്. ഓക്കെ,
Axile placentation occurs in China rose and tomato. Correct. Free central placentation is found in Dianthus. Yes, free central placentation example ആണ് Dianthusum primrosum. Basal placentation has placenta at the base of the ovary. Correct. Mustard shows free central placentation. ഒരിക്കലുമല്ല മസ്റ്റേർഡും ആർജുവനും കാണിക്കുന്നത് പെറൈറ്റൽ പ്ലാസന്റേഷൻ ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നാമത്തതും പിന്നെ ഡിയും, ബാക്കിയെല്ലാം അല്ല, ഒന്നാമത്തതും ഇയും അല്ലെ. മസ്റ്റേർഡ് ഷോസ് ഫ്രീ സെൻട്രൽ പ്ലാസന്റേഷൻ, ഇതും തെറ്റാണ്. പിന്നെ മിസ്റ്റേക്ക് എയും. അപ്പൊ എ ആൻഡ് ഇ ഓൺലി. ഓക്കെ, സോ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഇനിയുള്ള ചാപ്റ്റേഴ്സും നന്നായിട്ട് ചെയ്യാം. ടീച്ചർ ഇനി വേറൊരു ചാപ്റ്റർ ആയിട്ട് വരാം. സോ നന്നായിട്ട് പഠിക്കുക മക്കളെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.